ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സും ആയിട്ടാണ്. ദിൽകുഷ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ദിൽകുഷ് ഒന്നും പറയില്ല കേട്ടോ, തേങ്ങാ ബന്നേ പറയൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരിളം ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്, നല്ല ചൂടല്ല, ഒരിളം ചൂട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 സ്പൂൺ ഈസ്റ്റാണ് എടുത്തത്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസ്റ്റൊക്കെ നമ്മൾ കുറേ കാലത്തേക്ക് വീട്ടിൽ വാങ്ങി വെക്കുന്നത് ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി നിൽക്കില്ല. അപ്പോൾ ഈസ്റ്റ് നമ്മൾ പൊട്ടിച്ച ഈസ്റ്റ് ആണെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെ ഇതൊക്കെ പോയിട്ട് പിന്നെ നമുക്കത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് അത്രത്തോളം പെർഫെക്റ്റായിട്ട് പൊന്തി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഈസ്റ്റ് ഉപയോഗിച്ച് പൊടിച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തത്. അപ്പോൾ 2 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഉപയോഗിക്കാം, കാരണം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഉപയോഗിക്കണം, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ഉപയോഗിക്കുന്നത്. ഞാനൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ്സിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, മുക്കാൽ ഭാഗം മാത്രമേ ഒഴിക്കുന്നുള്ളൂ, കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ നമ്മുടെ തേങ്ങ ബന്നിൻ്റെ മേലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതായി കൊടുക്കണം. അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം.
നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു തുണി വെച്ചിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ 2.5-3 മണിക്കൂർ വരെ ഞാനിത് മൂടി വെക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് പൊങ്ങി വരണം. ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ തേങ്ങ ദിൽകുഷിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫില്ലിങ് വേണം. അപ്പോൾ ആ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അപ്പോൾ നോർമലായി എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന സാധനമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3/4 സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് ചെറിയൊരു പാക്കറ്റ് പാൽപ്പൊടിൻ്റെ കുറച്ച് ഭാഗം ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4.5-5 സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് മിക്സായി കിട്ടും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വേണ്ടിക്ക് ഏലക്കായ് ചേർക്കാം. അപ്പോൾ ഞാനൊരുടെ 2 ഏലക്കായും കൂടി ഇതിൽ പഞ്ചസാരേൻ്റെ ഒപ്പം ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി മാവ് പരത്തിയെടുക്കണം. അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിത് 2.5 മണിക്കൂർ മൂടി വെച്ചതാണ്. ഇത് നമുക്കിതിന് തുറന്ന് നോക്കി നന്നായിട്ടൊന്നുകൂടി കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ച മാവ് നമുക്കിത് ഒരു ചപ്പാത്തി പലകയുടെ വെച്ചിട്ട് 2 ഭാഗമായിട്ട് മാറ്റുകയാണ്. ഒന്ന് കുറച്ച് വലുതും ഒന്ന് ചെറുതുമായിട്ടാണ് എടുക്കുന്നത്. കാരണം അടിഭാഗം കുറച്ച് വലുതും മേൽഭാഗം കുറച്ച് ചെറുതുമായിരിക്കണം നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഒരു ഭാഗം എടുത്തിട്ട് മാറ്റി വെക്കുകയാണ്. വീണ്ടും തുണിയിട്ടിട്ട് നനഞ്ഞ ടവലിട്ടിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അധികം തിങ്ങാകാൻ പാടില്ല, അധികം കട്ടിയാകാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം കട്ടിയിലാണ് ഞാൻ പരത്തിയെടുക്കുന്നതെന്ന്. അപ്പോൾ അടിഭാഗം കുറച്ചൊരു 1 ഇഞ്ചിൻ്റെ കട്ടിയിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അധികം തിങ്ങാക്കുന്നില്ല, കുറച്ച് കട്ടി വേണം. നമുക്ക് അടിഭാഗം എപ്പോഴും കുറച്ച് കട്ടിയിൽ തന്നെ രീതിയിൽ തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ആ രീതിയിൽ ഞാനിതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അടിഭാഗം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത് നേരത്തെ മാറ്റി വെച്ച മാവും കൂടി നമുക്ക് പരത്തിയെടുക്കാം. ഇത് നല്ല കുറച്ച് തിന്നായിട്ട് വേണം നമുക്ക് ഇതിലും കുറച്ചുകൂടി തിന്നായിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് അതിലും കുറച്ച് നൈസായിട്ടാണ് ഇതും പരത്തിയെടുത്തത്. അപ്പോൾ ഇതും പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ബേക്കിംഗ് ട്രേയിലാണിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാനൊരു 1.5 ഇഞ്ചിൻ്റെ കനത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവിലാണ് ഞാൻ ഫസ്റ്റത്തെ മാവ് പരത്തിയെടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കുറച്ചൊന്ന് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. കാരണം നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് ട്രേ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയുടെ കൂട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡിലേക്ക് അധികം പോവണ്ട, കാരണം സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു അധികം സൈഡിലാകാത്ത രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കാരണം എല്ലാ ഭാഗത്തേക്കും തേങ്ങ എത്തുന്ന രീതിയിൽ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാ ഭാഗത്തേക്കും തേങ്ങ നന്നായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് തിന്നായിട്ട് പരത്തിയ മാവ് അതും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് 2 മാവും കൂടിയും ഒട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ഓപ്പണായി വരുമ്പോൾ രണ്ടും വേറിട്ട് നിൽക്കാത്ത രീതിയിൽ ഒരേ രീതിയിൽ കിട്ടുന്ന രീതിയിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഇത് ഞാനൊരു 1.5 മണിക്കൂർ മൂടി വെച്ചതാണ്. കണ്ടത് അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂട് സമയത്താണെങ്കിൽ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് ഇത്രയും കുറച്ചങ്ങ് പൊന്തി വന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് കൈ വെച്ച് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം അഥവാ ഇത് എവിടെയും ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടി കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ബാക്കി വെച്ച മുട്ട, കാരണം ഒരു മുട്ടയുടെ നമ്മൾ കുറച്ച് ബാക്കി വെച്ചിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് തടവി കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ബേക്ക് ചെയ്ത ശേഷം നമുക്ക് നല്ലൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് എല്ലാ ഭാഗത്തുനിന്നും മുട്ടൊന്ന് തടവി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 160 ഡിഗ്രിയിൽ. അപ്പോൾ നിങ്ങൾ സാധാരണ നോർമലായിട്ട് കുക്കറിലോ അങ്ങനെ ഗ്യാസിലാണെങ്കിലും നമുക്ക് എന്തായാലും കേക്ക് ബേക്ക് ചെയ്യുന്ന ഇതൊന്നും ആദ്യം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് എള്ളുണ്ടായിരുന്നു, നമുക്ക് അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം, നമുക്ക് കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കതൊരു കാണാൻ കുറച്ചുകൂടി ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വൈറ്റ് എള്ളിൽ ഇട്ട് കൊടുക്കുന്നത്. ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഓൾറെഡി ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിന് ഒരു 20-25 മിനിറ്റ് ഓരോരുത്തർ ഓവൻ്റെ ഹീറ്റ് അനുസരിച്ച് മാറ്റം വരാം. അപ്പോൾ എൻ്റെ 25-നനുസരിച്ചിട്ട് ഇത് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് 25 മിനിറ്റ്. അപ്പോൾ നന്നായിട്ട് ചൂട് തണിയാൻ വേണ്ടി നമുക്കിത് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ചൂട് തണിഞ്ഞ ശേഷം മാത്രമേ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് തണിയട്ടെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ആയി കൊടുക്കുന്നതും കുറച്ച് ഗ്ലേസിങ് കിട്ടാനും കുറച്ച് ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബട്ടർ പേപ്പർ മാറ്റിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണിയാൻ ഒന്നുകൂടി ഒരു തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണിഞ്ഞ ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.